ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം നമ്മൾ തയ്യാറാക്കാറുള്ള ഒരു ലിവർ റോസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള ലിവർ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് തയ്യാറാക്കുവാനായിട്ട് 1/2 കിലോ ബീഫിൻ്റെ ലിവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ലിവർ റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇനി ആവശ്യത്തിന് ചേർക്കാൻ വിനാഗിരി, ആവശ്യത്തിന് ചേർക്കാൻ ഒരൽപ്പം വെള്ളം എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളും വിനാഗിരിയും ഒരൽപ്പം വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വളരെ ഈസി ആയിട്ട് നമ്മുടെ ലിവർ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൊക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പസമയം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാളയും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ലിവർ റോസ്റ്റിൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തതാണ്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ ലിവർ റോസ്റ്റിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത ലിവറാണ്.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ലിവറിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള ലിവർ റോസ്റ്റ് ഇവിടെ നന്നായിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫൈനലി 1 പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം നമ്മൾ കഴിക്കാറുള്ള ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ അസാധ്യ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.